എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 3 പെർഫ്യൂംസ് ആണ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്പർ 1 ബ്ലൂഡി ഷാനൽ. നമ്പർ 2 ഡിയോർ സവാഷ്. നമ്പർ 3 ക്രീഡ് അവൻറ്റസ്. സ്മെല്ലൊക്കെ സൂപ്പറാണ് കേട്ടോ. ഈ 3ന്റെയും സ്മെല്ല് കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് സത്യം പറയട്ടെ, ഈ 3ഉം കോപ്പിയാണ്. കോപ്പി ആരും മേടിക്കരുത് കേട്ടാ ഇതൊന്നും. ഇതെൻ്റെ സുഹൃത്ത് പുള്ളിക്കാരൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് വാങ്ങിയ പ്രൊഡക്റ്റാണ്. എത്ര 3 100 റിയാലിനായിട്ട് 3 അവൻ വാങ്ങിയത്. ബൈ 2 get 1 free എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്കറിയാം ഇത് കോപ്പിയാണെന്നറിയാം. എന്നിട്ട് അവൻ വാങ്ങിയതാണ്. വാങ്ങിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞാണ്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ അവനിപ്പം കാണാറുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞാണ് ഇങ്ങനെ 3 പെർഫ്യൂം ഉണ്ട്, നീ ജസ്റ്റ് വേണമെങ്കിൽ റിവ്യൂവിന് കൊടുത്തോ, കോപ്പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയില്ല. അത് നല്ല പരിപാടിയാണല്ലോ. 3 എടുത്ത് തൽക്കാലം വാങ്ങിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഇന്ന് പരിചയപ്പെടുത്തി തരാനുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കെന്നാ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം നിങ്ങളുടെ ഈ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പെർഫ്യൂംസ് ഒന്നും നിങ്ങൾ വാങ്ങരുത് കേട്ടാ. ഈ ഫേസ്ബുക്കിലൊക്കെ ആഡ് ഉണ്ട്, ഈ എന്താ പറയുന്നത്, ഈ പെർഫ്യൂംസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറേ ആളുകൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഈ പെർഫ്യൂംസ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശേഷം ഈ ജസ്റ്റ് ഇത് ക്രീഡ് അവൻറ്റസ് എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്കോ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കൊണ്ട് കൈ ഒരു ചെറിയൊരു പുകച്ചലൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടാ, സ്മെല്ലുണ്ട്. പക്ഷെ കയ്യിൽ ആ ഒരു പുകച്ചലൊക്കെ ഉണ്ടായ സമയത്ത് എനിക്കൊരു പേടി. പറയാൻ പറ്റില്ല, ഇതൊക്കെ ആൽക്കഹോളും പിന്നെ ഈ കണ്ടന്റൊക്കെ ഈ കുറെ കൂട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ്, കോപ്പിയാണല്ലോ. ക്രീഡ് അവൻറ്റസിന്റെ ഒറിജിനൽ പെർഫ്യൂം ഞാൻ ഇവിടെ ദോഹ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അതിൻ്റെ സ്മെല്ല് എനിക്ക് അറിയുന്നതാണ്. പിന്നെ ക്യാഷ് ഒന്നും കൊടുത്തിട്ടും ഈ ക്രീഡ് അവൻറ്റസ് ഒന്നും വാങ്ങിയിട്ടില്ല. അതിൻ്റെ വാങ്ങേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നിയത് കൊണ്ടാണ് വാങ്ങാതിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ റേറ്റ്. ക്രീഡ് അവൻറ്റസിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്? ഏകദേശം ഖത്തറിലൊക്കെ ഇതിൻ്റെ റേറ്റ് 1000 റിയാലൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. 1000 തരമാണ് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 10-20-21,000 റുപ്പീസിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രീഡ് അവൻറ്റസിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ അത് ഓരോരോ മണിക്കൂറുകൾ കഴിയും തോറും പിന്നെ അതിൻ്റെ സ്മെല്ലിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് അടിച്ചു നോക്കിയിട്ടോ. ഇപ്പോൾ ഷർട്ടിലും അടിച്ചു നോക്കിയിട്ടൊന്നും ആ സ്മെല്ല്, ആ സ്റ്റാർട്ടിങ്ങിൽ അടിച്ച ആ സ്മെല്ല് എന്താണ്, അതേ സ്മെല്ല് തന്നെയാണ്. ഏകദേശം എനിക്കൊന്ന് 2-2.5 മണിക്കൂറൊക്കെ ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഡിയോർ സവാഷും അതിൻ്റെ സ്മെല്ലൊക്കെ ആ ഒറിജിനൽ ചെറിയൊരു സിമിലർ ടച്ച് വരുന്നുണ്ട്. ബ്ലൂഡി ഷാനലും അതൊക്കെ ആ ഒറിജിനൽ പെർഫ്യൂമിൻ്റെ ആ ചെറിയൊരു ടച്ച് സ്മെല്ല് വരുന്നുണ്ട്. അതന്നെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മണിക്കൂറുകൾ കഴിയുന്നവരും ആ സ്മെല്ലിങ്ങനെ മാറുന്നില്ല. ഒറിജിനൽ പെർഫ്യൂം നിങ്ങൾ ഉദാഹരണത്തിന് അടിച്ചു കഴിഞ്ഞാൽ അതൊരു മണിക്കൂർ ഒരു നോട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഈ 3 പെർഫ്യൂം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ 100 റിയാലിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 3 പെർഫ്യൂം കോപ്പി 3 പെർഫ്യൂം നിങ്ങൾക്ക് 100 റിയാൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ആ 100 റിയാൽ നിങ്ങൾ നല്ലൊരു പെർഫ്യൂം നിങ്ങൾക്ക് ഒന്ന് മതി. നല്ലത് ഒന്ന് മതി. നല്ല ഒരു ബ്രാൻഡഡ് ചിലപ്പോൾ 100 റിയാലിനൊക്കെ എനിക്കറിയാം. സിസ് അറേബ്യൻ്റെ എന്താണ് പറയേണ്ടത്, ഷഹാഫ്, പിന്നെ അതുപോലുള്ള ഈ ഡേവിഡ് ഓഫിൻ്റെ ഒറിജിനൽ കൂൾ വാട്ടർ, അതൊക്കെ വാങ്ങി അടിച്ചാൽ തന്നെ നല്ല സ്മെല്ല്, ലോങ് ലാസ്റ്റിങ് കിട്ടുന്ന പെർഫ്യൂമൊക്കെ ഉണ്ട്. നല്ല ലോങ് ലാസ്റ്റിങ് കിട്ടുന്ന പെർഫ്യൂംസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റസാസിൻ്റെ ഒരു പുതിയൊരു പെർഫ്യൂം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നലെയായിട്ട് അത് ചെക്ക് ചെയ്തിരുന്നു അവരുടെ സ്റ്റോറിൽ പോയിട്ട്. അതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. ഏകദേശം ഈ പറഞ്ഞ നമ്മുടെ ക്രീഡ് അവൻറ്റസിൻ്റെ ആ ഒരു സിമിലർ സ്മെല്ലുണ്ട്. ഞാൻ ഇന്നലെ ജസ്റ്റ് അത് കയ്യിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്കോ നല്ല ലോങ് ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്, നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒരു ടൈം കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതായാലും അത് വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിവ്യൂവിൽ കൊണ്ടുവരാം.
ഞാൻ പിന്നെ ഒന്നുകൂടിയും പറയാം, ഇതുപോലുള്ള പെർഫ്യൂംസ്, ഈ 3 പെർഫ്യൂംസ് ഒന്നും ആരും വാങ്ങരുത് കേട്ടോ. ആരും വാങ്ങണ്ട, ഇതൊന്നും ആരും വാങ്ങണ്ട. വാങ്ങിയിട്ട് എന്തിനാ ഇത് വെറുതെ കാശ് കളയേണ്ട ആവശ്യം? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒന്നും വാങ്ങണം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഏതായാലും കൂടുതലായിട്ടൊന്നും ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഏതായാലും ഇതൊരു കോപ്പി പ്രൊഡക്റ്റ് ആണല്ലോ. കോപ്പി പ്രൊഡക്റ്റ് ആയ സ്ഥിതിക്ക് ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് സംസാരിച്ച് കൊണ്ടുപോകുമായിരുന്നു. റിക്വസ്റ്റും കൂടി ഉണ്ട്, ഈ പറയുന്ന ഈ 100 റിയാലിന് 3 വാങ്ങുന്ന സ്ഥിതിക്ക് ഒരു 100 റിയാലിന് ഒരു നല്ലൊരു പെർഫ്യൂം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.